എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ സാധാരണ വർക്കിംഗ് ഡ്രസ്സിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്നൊരു ഷർട്ടാണ് ഈ ഷർട്ട് കേട്ടോ. വർക്കിംഗ് ഡ്രസ്സ് എന്നാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു വർക്കിംഗ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. സോ ഇന്ന് വർക്കിംഗ് ഡ്രസ്സ് ഇട്ടിട്ട് ഇന്ന് കുറച്ച് പണിയുണ്ട് ഗൈസ്. കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുണ്ട്. നമ്മൾ കുറേ നാളായി വീട്ടിൽ ബിൽഡ് ചെയ്തിട്ടാ. നമ്മുടെ സൈക്കിള് പോളിയൂട്ടൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. പോളിഗൻ്റെ സിസ്ക്യൂ D7 എന്ന് പറഞ്ഞ ബൈക്ക്, ഫുള്ളി ഷിമാനോ സാധനം. അതുപോലെ തന്നെ റോക്ക് ഷോക്കിൻ്റെ ഡ്യുവലെക്സ് സെലക്ട് പ്ലസ് റിയറിൽ. അയ്യോ, ഇത്രയ്ക്കും ഇത് പോയിട്ടുണ്ട്. അവിടെ ഈ ഓറിങ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും ഇത് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ എയർ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ ഒന്നും കൂടിയും. കാരണം ഇത്രയും ബോട്ടം ഔട്ട് ചെയ്യാറില്ല. ആ ഇന്നലത്തെ അർബൻ ഫ്രീ റൈഡ് വീഡിയോ കണ്ടില്ല, ഇന്നലത്തെ വീഡിയോയിൽ ഈ സാധനം ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ എയർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് അർത്ഥം. കാരണം ഇതിൻ്റെ തൊട്ട് മേലെയാണ് ഇത് വന്ന് നിൽക്കാറുള്ളൂ. സോ നമ്മുടെ സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ, റോക്ക് ഷോക്കിൻ്റെ ഇതും കാര്യങ്ങളും. സോ ഇത് എല്ലാ ദിവസവും കഴുകി കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബൈക്ക് കുട്ടപ്പനാക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ തുണി അലക്കാനിട്ടോണം ടയറിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ഈ ബൈക്കിൽ നമ്മൾ ബാലൻസിങ് പോയിൻ്റ് എന്ന് പറയും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം വീലിങ് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റും കാര്യമൊന്നുമില്ല. പക്ഷേ മാനുവൽ ഞാൻ കുറേ നാളെ പഠിക്കാൻ നോക്കുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു കാശ്മീർ ട്രിപ്പും കാര്യങ്ങളൊക്കെ വന്നത്. ഇന്ന് നമ്മൾ ആക്ച്വലി മാനുവൽ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെറിയ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അതാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നേരെ നമുക്ക് ബിൽഡിലേക്ക് കിടക്കാം ഗൈസ്. നമ്മുടെ മാനുവൽ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ടത്തെ ഒരു ഉഡായിപ്പ് മെത്തേഡാണ് ഉപയോഗിക്കണത് കേട്ടോ. പണ്ടത്തെ ഒരു ഉഡായിപ്പ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു L ഷേപ്പിലുള്ള ഒരു സാധനമാണ് വേണ്ടത്. അതിന് പകരം സ്ട്രക്ചർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡ് കളറാണ് നമ്മുടെ സ്ട്രക്ചർ റെഡി ആക്കണത്. ഇതും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബേസ് വരണത്. ഉഡായിപ്പ് പരിപാടിയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാനൊരു മടിയനായതുകൊണ്ട് സിമ്പിളായിട്ട് പരിപാടി ചെയ്യണതാണ് കേട്ടോ ഇത് വെച്ചിട്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്കിതൊരു പൊസിഷനാക്കി വയ്ക്കണം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ റെഡി ആക്കി വെക്കാം. ഇതാണ് നമുക്കൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളവിടെ പൊസിഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ എനിക്കൊന്നും കണ്ടില്ല. എൻ്റെ കണ്ണിൽ പെട്ടത് ഇതാണ്. പപ്പക്കായയുടെ ഇതാണ് കേട്ടോ, തണ്ടാണ്. പപ്പക്കായയുടെ സപ്പോർട്ടിന് വെച്ചിട്ടുള്ള ഇതാണ് പറിക്കണേ കേട്ടോ. തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പപ്പക്കായ അല്ല കേട്ടോ, പേരയ്ക്കാന്നുണ്ട്. പേരയ്ക്കയുടെ തണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തണ്ടല്ല, സപ്പോർട്ടിന് വെച്ചത്. ഇത് എവിടെയാണ് ഉപയോഗിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് നമ്മളിത് സപ്പോർട്ടിന് വെക്കാൻ പോവാണ്. ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് ടൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുപോലെ വെച്ച് ടൈ ചെയ്യണത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമുക്കിത് ടൈ ചെയ്യാം. തായോ ഇടിച്ചാ മോന്ത ഞാൻ പൊളിക്കും. വിട് ജൂണോനെ അടി കിട്ടൂട്ടോ. ജൂണോനെ അടി കിട്ടും. ഇത് വെച്ചിട്ടാണ് ടൈ ചെയ്യാൻ പോണത് കേട്ടാ. ഈ കയറ് വെച്ചിട്ട് അവിടെയല്ല, ഇവിടെ അവിടെയല്ലാന്ന്, ഇവിടെ പൊട്ട ഇവിടെ പിടിക്കടാ. ഇവിടെ ടൈറ്റ് ആക്കിയേ. അത് മതി. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ്. യെസ്. ഇനി ഞാനും ജൂണോനും വാ മെടുക്കണ. ഞാനും ജൂണോനും ഇനി ഹോളോ ബ്രിക്സ് തപ്പാൻ വേണ്ടി പോവാട്ടോ. ഹോളോ ബ്രിക്സ് എടുക്കണം. വലിയ ഹോളോ ബ്രിക്സ് കട്ടകൾ. ജൂണോ ഹോളോ ബ്രിക്സ് തപ്പു. ഹോളോ ബ്രിക്സ് വലിയ കട്ടകൾ വേണം കേട്ടോ. ഹോളോ ബ്രിക്സിൻ്റെ കട്ടകൾ വേണം സപ്പോർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. അത് തപ്പാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് എവിടെന്നെങ്കിലും എടുക്കേണ്ടി വരും. അതിപ്പോൾ പപ്പയുടെ തണ്ടാണോ, മതിലിൻ്റെ കല്ലാണോ, അല്ലെങ്കിൽ ജൂണോൻ്റെ ലീഷാണോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോളോ ബ്രിക്സ് കനൽ കിട്ടിയാൽ മതി. തൽക്കാലം നമ്മുടെ പരിപാടി നടക്കണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം വരുന്നത് കേട്ടോ. ഹോളോ ബ്രിക്സ് കല്ല് ഗൈസ്. നമുക്ക് ആദ്യത്തെ കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ടെന്നാണ് ആദ്യത്തെ ഹോളോ ബ്രിക്സ് കല്ല് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ സാധനം നേരെ നമ്മുടെ ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒരെണ്ണം വെക്കുക കേട്ടോ. ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചതിൻ്റെ ജൂണോ മണത്തിരിക്കുന്നില്ലേ, അവിടെ എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്ത് ഒരു കല്ല് അവിടെ വെച്ചിട്ടുണ്ട്. ജൂണോ നക്കല്ലടാ, നക്കല്ല.
ആ എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്ത് ഞാനൊരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു കല്ല് കൂടെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ കല്ല് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ഹോളോ ബ്രിക്സ് ഗൈസ്. രണ്ടാമത്തെ ഹോളോ ബ്രിക്സ് തൊട്ടപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉടായ്പ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആരെന്നെ കളിയാക്കരിക്കും. ഉടായ്പ പരിപാടിയാണ്. ഉടായ്പ ഹോം ഉടായ്പ ഹോം ബിൽഡാണ് കേട്ടോ കാട്ടണത്. നമ്മൾ പണ്ട് റാമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റാമ്പൊക്കെ ഉണ്ടാക്കാൻ കുറേ മണ്ണും കുറേ അധ്വാനം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നടക്കും. ഇപ്പം അതിനെന്തായാലും റാമ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ പണ്ട് മാറിൻ്റെ സൈക്കിള് റാമ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റാമ്പ് ഉണ്ടാക്കണോ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടാ. എല്ലാവർക്കും എനിക്കും അർബൻ ഫ്രീ റൈഡാണ് കൂടുതലും താല്പര്യം. പക്ഷേ റാമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. റാമ്പ് ബിൽഡ് ചെയ്യണമെന്ന് താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം പോലെ കേട്ടോ. നിങ്ങൾ പറയും. എനിക്ക് എല്ലാം ഓക്കെയാണ്. റാമ്പ് ഉണ്ടാക്കായാലും എനിക്കെല്ലാം താല്പര്യമാണ്. എനിക്ക് സൈക്കിൾ എവിടെയെങ്കിലും ഒന്ന് ആ കുത്തി മറച്ചാൽ മതി കേട്ടോ. സോ നമ്മളിപ്പോൾ 2 എണ്ണം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കല്ല് വെച്ചിട്ടുണ്ട്. 1, 2. ഇത് 2 കല്ല് എന്തിനാണ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ബാക്കോട്ട് ഇനി നീങ്ങില്ല കേട്ടോ. ഇത് ബാക്കോട്ട് നീങ്ങില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 2 കല്ല് വെച്ചത്. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം വരണത്. നമ്മുടെ ബൈക്ക് കേട്ടോ. ഇത് നമ്മുടെ പുതിയ ബൈക്ക്. ഇതും വെച്ചിട്ടാണ് നമ്മൾ മാനുവൽ സ്റ്റണ്ട് പഠിക്കാൻ പോണത്. സോ ഇത് ആക്ച്വലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്റ്റാൻഡ് പോലെ തന്നെ കേട്ടോ. സോ ഞാൻ കാട്ടിത്തരാം. സാധാരണ നമ്മൾ സ്റ്റാൻഡാക്കിയിട്ട് വെക്കണത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ സ്റ്റാൻഡാക്കിയിട്ട് വെക്കുക. പക്ഷേ നമ്മൾ എക്സ്റ്റൻഷൻ കൊടുത്ത് കുറച്ചും കൂടിയും നമ്മുടെ കേപ്പബിൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിള് അങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ തന്നെ ഇരുന്നോളും. ജൂണോ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മുടെ ബൈക്ക് ഇതേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. എന്തോ വിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ആണ് നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ മോഡിഫിക്കേഷനും വരുത്തേണ്ടി വരും. ജസ്റ്റ് ബാക്കോട്ട് പുള്ളി കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പുള്ളി ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് വേറൊരു ഇഷ്യൂ വരും കേട്ടോ. വേറൊരു പ്രശ്നം വരുന്നത് അടി കിട്ടും നിനക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. വേറൊരു പ്രശ്നം വരുന്നത് നമ്മൾ ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും കാട്ടിത്തരാം. ഈ ബൈക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഇത് കണ്ട ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോക്കായിട്ട് ഇരിക്കണം കേട്ടോ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ലോക്കായിട്ട് ഇരിക്കണം. അതാണ് മെയിൻ ഇത് വരുന്നത്. ഇവിടെയൊക്കെ തട്ടുണ്ടല്ലോ. ഇവിടെ തട്ടുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ്റെ ഇവിടെയും തട്ടുന്നുണ്ട്. ഗൈസ് നമുക്ക് വീണ്ടും കുറച്ച് വള്ളികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വള്ളികൾ കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ടയർ ബാക്കിലത്തെ ടയർ നമുക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ. ബാക്കിലത്തെ ടയർ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ കാട്ടി വരാം കേട്ടോ എന്താ സംഭവം ചെയ്യാൻ പോണെന്നുള്ളത്. ബാക്കിലത്തെ ടയർ ആക്ച്വലി ഇതും വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം ഇടിക്കും. സോ ഞാനിത് ചെയ്യാൻ പോണത് ഇവിടുന്ന് ടൈറ്റാക്കി ഇത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ സ്ക്രാച്ച് ഒന്നും വരില്ല. സൈക്കിൾ ഇവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും ചെയ്യും കേട്ടോ. സോ ഫൈനലി നമ്മുടെ ഉടായ്പ ബിൽഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉടായ്പാണെങ്കിൽ കാര്യം നടക്കൂട്ടാ. ആ ഉടായ്പെന്ന് ഞാൻ വെറുതെ പറയണമെന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പപ്പണിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നുള്ളൂ. പക്ഷേ എഫക്റ്റീവാണ്, കാര്യങ്ങൾ നടക്കും. അതിനുള്ള പ്രൂഫ് തന്നെയാണ് ഞാൻ ഉണ്ടാകുക. കാരണം എനിക്ക് ആ ബാലൻസിങ് കിട്ടിയതൊക്കെ ഈ സാധനം ചെയ്തേ പിന്നെയാണ്. സോ ഫസ്റ്റ് ഇത് ഞാൻ ട്രയൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ വട്ടം ഞാൻ ഇതുവരെ കെട്ടിയിട്ട് നേരെ ടൈം ലാപ്സ് ഓഫ് ചെയ്ത് ഇതിലേക്ക് കയറിയിട്ടുള്ളൂ. സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ കയറി നിൽക്കാൻ പോവാണ്. വീണാ പിടിച്ചോളൂ കേട്ടോ. കയറുന്നില്ലല്ലോ. സോ കയറി ഇരുന്നിട്ട് നേരെ പ്രീലോഡ് ചെയ്യാൻ പോവാണ്. മാറിക്കോ. പ്രീലോഡ് ചെയ്യാൻ പോകണ്ട. ബ്രേക്ക് പിടിക്കുന്നില്ല. പ്രീലോഡ് ചെയ്യാൻ പോവാണ്. ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കാന്ന് കൊണ്ട് കേട്ടോ. ബാക്കിലത്തെ ഇത് പിടിക്കാം. ശരിയായിട്ടില്ല. 1 2 ഇങ്ങനെ നിൽക്കണം കേട്ടോ. സാധനം സെറ്റപ്പ് ഓക്കെ ആയിട്ടുണ്ട്. വേറെ ഒരുത്തിലും തട്ടുന്നില്ല കേട്ടോ. നേരത്തെ ഡിറൈലറുടെ ഹാങ്ങറും ആ 11ാമത്തെ ഗിയറിലും തട്ടുന്നുണ്ടായിരുന്നു. ഈ സാധനം ഇവിടെ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചുകൂടി ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. ഈ സാധനം ഈ പല്ല് ഇവിടെ തട്ടുന്നുണ്ടായിരുന്നു. ഇതും ഇവിടെ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തട്ടുന്നില്ല. ഈ സാധനം കൃത്യമായിട്ട് ഇരിക്കണം കേട്ടോ. നോ നിന്നെ ഇൻസ്പെക്ഷൻ അവിടെ വേണ്ട. നോ
സോ സാധനം അവിടെ തട്ടുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ആ ബാലൻസിങ് പോയിന്റ് ആണ് കേട്ടോ. ബാലൻസിങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. ജോഹന ഒന്നോട് വരാടാ. ജോഹന ഇങ്ങനെ നിൽക്കുന്നു, പ്രീലോഡ് ചെയ്യുന്നു, ബാക്കോട്ട് പൊങ്ങുന്നു കേട്ടോ. ഒന്നുകൂടിയും താഴുന്നു, പൊങ്ങുന്നു, താഴുന്നു, പൊങ്ങുന്നു, താഴുന്നു, പൊങ്ങുന്നു, താഴുന്നു, പൊങ്ങുന്നു. പൊങ്ങണില്ല കേട്ടാ. എന്തോരം നോക്കിയിട്ടും സാധനം അങ്ങോട്ട് പൊങ്ങണില്ല. ഓഫ്, നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ആദ്യം കുറച്ച് പെയിനൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് ശേഷമാണ് തന്നെ പൊങ്ങി വരും കേട്ടോ. അത് ഫ്രണ്ടിലത്തെ ഇതാ പറഞ്ഞത് ഞാൻ, ഫ്രണ്ടിലത്തെ ടയറും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം നമ്മുടെ ബാലൻസിങ് ഈ സാധനം റെഡി ചെയ്യാൻ മതി, അത് മാത്രമേ നമുക്ക് ഇത് വരണുള്ളൂ. ഇത്ര നേരമൊക്കെ വീലി ചെയ്യാൻ പറ്റാണെങ്കിൽ പാടാട്ടാ. കയ്യൊക്കെ ഒരു പരിവോ നോക്കി, കൈ നോക്ക് ചോന്നിട്ട്. മോനെ സീനാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയൻ വന്നിട്ട് കേട്ടോ. നീ ഇപ്പുറത്തെ സൈഡിൽ നിന്നോ, വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞോ. അതിന് ഹായ് ഗൈസ്, ഹായ്. ഓക്കെ, നീ ഫ്രണ്ടിലൊന്ന് പിടിച്ചാൽ മതി. ആ, നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്, മാരിൻ വെച്ചിട്ട്. ഞാനിപ്പോൾ യൂട്യൂബിൽ ചെയ്യണത് മാരിൻ വെച്ചിട്ടുള്ള സൈക്കിളുകളിൽ മാരിൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ സെയിം സാധനങ്ങൾ അതിനെക്കാട്ടും പൊട്ടൻഷ്യലുള്ള ഈ ബൈക്ക്, അതിനെക്കാട്ടും കേപ്പബിൾ ആയിട്ടുള്ള ഈ ബൈക്ക് വെച്ച് ട്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഇതാണ്. സോ ഫ്രണ്ടിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. മേലോട്ട് ഒന്ന് പോയാൽ മതി. സോ എൻ്റെ അറിവ് ശരിയാ, പൊക്കലാണ്. ഒറ്റ കൈ കൊണ്ട് ചെയ്താൽ മതി, ചെറിയ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നീ ആ ബലം പിടിക്കണ്ട, ഫ്ലോനനുസരിച്ച് പിടിച്ചാൽ മതി കേട്ടോ. ഒഴുക്കിനനുസരിച്ച് ഞാൻ ആദ്യം ട്രൈ ചെയ്യാം, അതിന് ശേഷം ക്യാമറയിൽ കിട്ടുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുവലി ചെയ്യണത് നേരെ പ്രീലോഡ് ചെയ്യാം. വിട്ടോ, നീ വിട്ടേ. ആ സാധനം ഒറ്റ കൈ ഉണ്ട്. പൊട്ടുണ്ടോ നോട്ടെ? കുഴപ്പമില്ലല്ലോ. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. നീ ഇനി ഇപ്പുറത്തേക്ക് മാറുന്ന, നിനക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഞാൻ ഇനി കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കട്ടെ ബാലൻസിങ് എവിടെ പോകണം എന്നുള്ളത്. സോ ജസ്റ്റ് നിൽക്കുന്നു, പോയില്ല, പറ്റണില്ല. ജസ്റ്റ് നിൽക്കുന്നു, പ്രീലോഡ് ചെയ്യുന്നു. പിന്നെ തൊടണ്ട. ഓക്കെ അല്ലേ? സെറ്റല്ലേ മോനെ? സെറ്റല്ലേ? ഓ, കാല് കളിക്കുന്നുണ്ട് കേട്ടാ. കാല് ഈ ലോഡല്ലേ, ഫുള്ള് ലോഡ് ഈ കാൽമിക്ക് വരണേട്ടാ. ഈ മസിലും കാഫ് മസിലും ആ തൈസും കാഫും എന്തൊക്കെയാ മസിൽ, കാലിൻ്റെ എല്ലാ മസിലും. അതാണ് നല്ല കോർ സ്ട്രെങ്ത്തും നല്ല ഇതും വേണമെന്ന് പറയണത് കേട്ടാ. സാരല്ലേ, മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് 3 മാസത്തേക്ക്. സെറ്റാകും. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ സാധനം കാട്ടിത്തരാം. ഈ കുടവയറൊന്നല്ല കേട്ടാ, ഈ കുടവയറല്ലാണ്ട് സാധനം കാട്ടിത്തരാം. സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് വരണത്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് പ്രാക്ടീസ് ചെയ്യണത് കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? ക്ലിക്കായില്ലേ? അടിപൊളി ആയില്ലേ? കൃത്യമായിട്ട് വന്നില്ലേ? ആ പൊസിഷൻ കൃത്യമായില്ലേ? നമ്മൾ ആ ബാലൻസിങ് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ മാരലിൽ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാശ്മീർ ട്രിപ്പിൽ പോയി. ഇത് ഒന്നീന്ന് തുടങ്ങണതാണ് കേട്ടോ. നമ്മൾ പൊളിക്കും ഗൈസ്. എന്തായാലും പെട്ടെന്നൊന്നും അത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാശ്മീർ യാത്രയ്ക്ക് മുന്നായിരുന്നു ഞാനിതിൻ്റെ പ്രാക്ടീസ് തുടങ്ങി കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു 3 മാസത്തേക്ക് കാശ്മീർ ട്രിപ്പ് പോയി. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഏകദേശം കുറേ കാലങ്ങൾക്ക് ശേഷം വേണ്ട
നമ്മളിപ്പോൾ ഇത് വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ മെഷീൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു സാധനം മാനുവൽ പഠിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇതാണ്, പെട്ടെന്ന് തന്നെ കിട്ടുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും നമുക്കില്ല, കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും ആ ബാലൻസിങ് പോയിന്റ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുറേ ദിവസങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വരുന്ന അർബൻ ഫ്രീ റൈഡ് വീഡിയോസും അതുപോലെ തന്നെ മൗണ്ടൻ ബൈക്കിംഗ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കേട്ടോ. പ്രാക്ടീസ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു ബാലൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണത് കേട്ടോ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പ്രാക്ടീസ് തുടരുന്നു. ഞാൻ കുറച്ച് നേരം വേണ്ടിയും ഇതൊക്കെ ചെയ്തു, ഇതും കാര്യങ്ങളൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കാണ്ട് ഇനി ഇതാവില്ല കേട്ടോ, കാലത്ത് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ ഒരു മഴ പെയ്തു, എല്ലാം ചെയ്ത് സെറ്റായിട്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സിമ്പിൾ സാധനമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റാൻഡ് മാത്രം മതി കേട്ടോ. നാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ലോക്കലായിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ നാക്കിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. നാക്ക് ആർമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി നോക്കണമെന്നുണ്ടോ, നാക്ക് ആർമർ. ഈ സാധനം ഇതിൻ്റെ അവിടേക്ക് ചെളിയൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാട്ടോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ. കഴിഞ്ഞ 2 ദിവസം വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, സോറി ഗൈസ്. ഡിലേ ആവില്ല, 6 മണി 6:30 എന്തായാലും വീഡിയോ വരും കേട്ടോ. ഇനി ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. 2 വീഡിയോ ഡിലേ ആയിപ്പോയി കുറച്ച്. തമ്പനയിലിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ, തമ്പനയിൽ നമ്മുടെ ഒരു സുഹൃത്താണ് ചെയ്യണത് കേട്ടോ. തമ്പനയിൽ കുറേ പേര് അഭിപ്രായം പറയുന്നുണ്ട്. ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്താണ് ചെയ്യണത്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നല്ല അഭിപ്രായം വരുന്നുണ്ട്. സോ ഞാനല്ല തമ്പനയിൽ ചെയ്യണത്, ആ കഴിവ് എനിക്കില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.